ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് അശ്വതി ഫ്രം ഹെസലൈൻ വ്ളോഗ്സ്. ഇതെൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തായിരിക്കും ഇന്നത്തെ വീഡിയോ? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെ രണ്ട് മല കണ്ടോ? ആ രണ്ട് മലയുടെ ഇടയ്ക്കാണ് തിരുത്തനി മല അഥവാ തിരുത്തനി അമ്പലം. ഇവിടെ വന്നേ പിന്നെ തിരുത്തനി അമ്പലത്തിനെ പറ്റി ഒരുപാട് കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേട്ടറിവിനേക്കാൾ വലുതാണ് നമ്മൾ കണ്ടറിവ് സത്യം. എന്നാൽ നമുക്ക് അവിടെ പോയാലോ, ഒന്ന് കണ്ടറിഞ്ഞിട്ട് വന്നാലോ? പോയിട്ട് വരാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എപ്പോഴോ മഴ പെയ്തെന്ന് തോന്നുന്നു, അവിടെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ റോഡിലെത്തി. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് തിരുത്തനി അമ്പലം വരെ. ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ്. നമ്മൾ സൺസെറ്റ് ടൈമിലാണ് ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ അടിപൊളി വൈബാണ്. ഈ വ്യൂസ് ഒക്കെ കാണുമ്പോൾ തന്നെ മൈൻഡിൽ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. തിരുത്തനി അമ്പലം എന്ന് പറയുന്നത് മിനി പളനി എന്നാണ് അറിയപ്പെടുന്നത്. കുറേ ആളുകൾക്ക് തിരിച്ചിറങ്ങി വരുന്നുണ്ട് തൊഴുതിട്ട്. ഈ റോഡിന് കണ്ടിട്ട് ഡിവൈഡർ വെച്ചിട്ടുണ്ടല്ലോ, അതേതായാലും നന്നായി. ട്രാഫിക്കിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. സൂര്യൻ നല്ല അസ്തമിച്ച് വരുന്നുണ്ട് കേട്ടോ, വെളിച്ചം കുറഞ്ഞു വരിക. ക്യാമറയിൽ എന്തുമാത്രം കറക്റ്റായിട്ട് വീഡിയോ കിട്ടുമെന്നുള്ള അറിയില്ല. ആഹാ, കൊള്ളാമല്ലോ, അടിപൊളി വ്യൂ. ഇനി എത്രയും ദൂരം ഉണ്ടോ അമ്പലത്തിലോട്ട് അറിയില്ല. വാവ്, ദൂരെ നിന്നുള്ള അമ്പലത്തിൻ്റെ വ്യൂ ഉണ്ടോ, അടിപൊളി. നമ്മൾ ടോൾ ഗേറ്റിലെത്തി. ഇനി എത്ര രൂപയാണെന്ന് അറിയത്തില്ലല്ലോ. 3-4 വണ്ടിയൊക്കെ കിടപ്പുണ്ട് അവിടെ. നമ്മൾ ടോള് കടന്ന് വന്നു. 2 വീലറിന് 15 രൂപയായിരുന്നു. 4 വീലറിന് എത്രയെന്ന് അറിയത്തില്ല കേട്ടോ. ആളുകളൊക്കെ നടന്നൊക്കെ കയറുന്നുണ്ട്. റോഡ് സൈഡ് നമുക്ക് ഇരിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ആഹാ, അവിടെ വ്യൂ പോയിൻറ്റും ഉണ്ട്. നമ്മൾ അമ്പലത്തിൽ എത്താറായെന്ന് തോന്നുന്നു. അമ്പലത്തിൻ്റെ വ്യൂ അടുത്തൊക്കെ വരുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല, സൂപ്പർ. നിങ്ങൾക്ക് ഫോണിൽ കൂടെ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ സൂപ്പർ വ്യൂ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ വേറെ ടൈം വന്നാൽ ഈ ഒരു വൈബ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. സോ വരുന്നവർ കഴിവതും സൺസെറ്റ് ടൈമിലോ അല്ലെങ്കിൽ സൺറൈസ് ടൈമിലോ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ നോക്കണം. വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഞാൻ തിരുത്തനി വന്നാൽ പിന്നെ കണ്ടൊരു പ്രത്യേകതയാണ്. എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ പട്ടിയും പൂച്ചയൊക്കെ റോഡിൽ കൂടെ പോയില്ലേ, അതേപോലെയാണ് ഇവിടെ കുരങ്ങുകൾ പോകുന്നത്. അത് ഉപദ്രവിക്കില്ല എന്നാണ് തോന്നുക. ബൈക്കിനും കാറിനൊക്കെ സെപ്പറേറ്റ് പാർക്കിംഗ് സ്പേസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അങ്ങനെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തു. പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് പാർക്കിംഗ് ഏരിയ അടുത്തുള്ള വ്യൂ ആണ്. നോക്കിക്ക് എന്ത് രസമാണ്. ആ താഴെക്കുള്ള വീടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. കുറേ ആളുകളൊക്കെ പോകുന്നു. അവിടെ ഒരു ചേട്ടൻ മയിൽപ്പീലി വിൽക്കുന്നുണ്ട്. ഇത് കൊള്ളാലും നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് നനഞ്ഞ ചാക്കൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയിൽ കണ്ട രസകരമായൊരു കാഴ്ചയാണിത്. ഒരു കുടുംബത്തിലെ ആൾക്കാരാണ് തോന്നുന്നത് കേട്ടോ. ഇനി ക്യൂ നിന്ന് വേണം അമ്പലത്തിനകത്തോട്ട് കയറാൻ. ഞങ്ങൾ കടയിൽ നിന്ന് വഴിപാടിനുള്ള സാധനം മേടിച്ചായിരുന്നു. ഇവിടെ ഫോൺ അലൗഡല്ല, അവിടെ തിരിച്ചിറങ്ങിയിട്ട് കാണാം. ഞങ്ങൾ തൊഴുതിട്ട് തിരിച്ചിറങ്ങിയപ്പോഴേക്കും നല്ലതായിട്ട് ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. അകത്ത് നല്ല തിരക്കായിരുന്നു. ആരും മുറുക്ക് വെച്ചിട്ടുണ്ടല്ലോ അവിടെ, കുറേനും എല്ലാം കൊടുത്തായിരിക്കും. ഞങ്ങൾ തൊഴുതിട്ട് തിരിച്ചിറങ്ങി. ഞാനിവിടെ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അമ്പലത്തിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ കച്ചവടക്കാരുണ്ട്. മാങ്ങ, പേരയ്ക്ക, പിന്നെ സമൂസ വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിവിടെ മാത്രം കണ്ടൊരു പ്രത്യേകതയാണ്. നാട്ടിലൊന്നും ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇത് കറക്റ്റ് പളനിയമ്പലത്തിൻ്റെ വെളിവശം പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം മിനി പളനി എന്ന് പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഈ ക്യൂ വഴിയായിരുന്നു ഞങ്ങൾ അകത്ത് കയറിയത്. ഫ്രണ്ടിൽ നിന്ന് ക്യൂ കയറി തിരിച്ചിറങ്ങുന്ന വെച്ചാൽ അമ്പലത്തിൻ്റെ ബാക്കിലാണ്. ഇപ്പോഴും ആൾക്കാരൊക്കെ കയറി ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നേരത്തെ അത്ര തിരക്കില്ല. ഇപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:45. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.
ഞങ്ങൾ തിരിച്ച് പാർക്കിംഗ് സ്പേസിൽ എത്തിയിട്ടുണ്ട്. പിന്നെയും കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. വണ്ടിയുടെ താടിയാണ് ചെരിപ്പിട്ടിരുന്നത്, അതിൽ എടുത്തോണ്ട് പോയെന്ന് അറിയത്തില്ലല്ലോ. ഭാഗ്യം പോയിട്ടില്ല, അവിടെ കിടപ്പുണ്ട്. അമ്പലത്തിലേക്ക് പോയപ്പോൾ നല്ല വെളിച്ചമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല, നല്ല ഇരുട്ടായി. ഇതാണ് അമ്പലത്തിൻ്റെ നൈറ്റ് വ്യൂ. ഇനിയിപ്പോൾ നേരെ പോവാം, ഇവിടെ ഒന്നും ഇരിക്കുന്നില്ല, നല്ല ഇരുട്ടായി. നമ്മൾ പഴയ ടോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ. ഇനിയിപ്പോൾ ഡയറക്റ്റ് പോവാം, ചെക്കിങ് ഒന്നുമില്ലല്ലോ, ഡയറക്റ്റ് പോവാം. ഇറക്കമായതുകൊണ്ട് വണ്ടി ഓഫാക്കിയിട്ട് ഇറങ്ങുന്നത്, അതുകൊണ്ട് പെട്രോൾ ലാഭമുണ്ട്. ഞങ്ങൾ തിരിച്ച് മെയിൻ ഗേറ്റിലെത്തി. അമ്പലം ഒരു 8:45 ആകുമ്പോഴത്തേക്കും ക്ലോസ് ആക്കും. ഞങ്ങളപ്പോൾ ഈ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. തിരുത്തിന് വരുന്നവരാരും ഈ അമ്പലത്തിൽ വരാതെ പോകരുത്, മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.